ന്യൂസിലാൻഡിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോൺ ചർച്ച് കാണിച്ചു തരാം. ഈ മനോഹരമായ ചർച്ചാണ് ന്യൂസിലാൻഡിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ ചർച്ച്. 1845-1846 കാലഘട്ടത്താണ് ഇത് ബിൽഡ് ചെയ്തത്. ഇത്രയും വലുതൊന്നും ആയിരുന്നില്ല. പിന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളും എക്സ്റ്റൻഷൻ ചെയ്ത് ഈ ഒരു രൂപത്തിൽ, ഈ ഒരു മനോഹരമായ രൂപത്തിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്തത്. സ്റ്റോണും ടിമ്പറുമാണ് ഈ ഒരു ചർച്ചിൽ യൂസ് ചെയ്തേക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ചർച്ച് ക്ലോസ് ചെയ്തിട്ടേക്കുന്നതാണ്. കാരണം ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ് ആയതുകൊണ്ട് ഒരുപാട് സ്ട്രെങ്തനിങ് റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഈ ഒരു ചർച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്യപ്പെട്ടത്. 2016 ഇത് ക്ലോസ് ചെയ്തത്. പിന്നെ ഫണ്ടിങ് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഈ ഒരു ചർച്ചിൻ്റെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളെല്ലാം ഡിലേ ആയിട്ട് വന്നുകൊണ്ടാണ് പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാഞ്ഞത്. ഈ ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അകത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല, കാരണം ഇതൊരു എർത്ത്ക്വേക്ക് പ്രോൺ ബിൽഡിംഗ് ആയതുകൊണ്ട് അത് ഇൻറ്റേർണൽ ആക്സസ് എല്ലാം ക്ലോസ് ചെയ്തേക്കുന്നതാണ്. ഈ ചർച്ചിനെ ഒരു കത്തീഡ്രൽ ചർച്ച് ഓഫ് സെൻറ്റ് മേരീസ് ആയിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നത് 2010 ഈ ഒരു ആർച്ച് ഷേപ്പിലുള്ള എൻട്രൻസ് തന്നെ ആയിരിക്കണം അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് തോന്നുന്നു. പണ്ടത്തെ ടൈപ്പിലുള്ള ഡോർസും ലോക്കുമാണ്. ഈ ലോക്സ് നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മെയിൻ്റെനൻസിൻ്റെ കുറവ് എന്തായാലും നമുക്ക് കാണാനുണ്ട്. ആ തടിയിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ആ മെയിൻ്റെനൻസിൻ്റെ കുറവ് കാണാം. ഇവിടെ സ്ഥിരമായിട്ടൊരാൾ കിടന്നുറങ്ങുന്നുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് ഈ ചർച്ച് ക്ലോസ് ആകാനുള്ള കാരണമെന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നൈറ്റിൽ പുള്ളി ഇവിടെയാണ് ഉറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നമുക്കിനി ആ ഒരു പുറകിലത്തെ ഭാഗത്തേക്ക് പോകാം. ഇതിൻ്റെ റൂഫ് എനിക്ക് തോന്നുന്നു ടൈലാണെന്ന് തോന്നുന്നു, ബാക്കി സ്റ്റോണും വുഡുമാണ്. ആ കാണുന്നത് ഒരു ന്യൂ ബിൽഡാണ്. 2023 ഓപ്പൺ ചെയ്തത്. എനിക്ക് തോന്നുന്നു അത് ജസ്റ്റ് ഒരു പബ്ലിക് ഗ്യാതറിങ്ങും മീറ്റിംഗ് പ്ലേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പള്ളിയുടെ പല ഭാഗങ്ങളും പല സമയത്തായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്. പിന്നീട് ഈ പള്ളിയുമായിട്ട് ചേരുകയാണ് ചെയ്തത്. അതല്ലാതെ ഇതെല്ലാം ഒറ്റ സമയത്തല്ല കൺസ്ട്രക്ട് ചെയ്തത്. ചെറിയൊരു മെമ്മോറിയൽ സ്റ്റോണ് ഇവിടെ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇങ്ങനത്തെ മെമ്മോറിയൽ സ്റ്റോൺ ഈ ചർച്ചിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അത് ഇവിടെ വാറിൽ മരിച്ചുപോയ മിലിറ്ററിനെയും വോളണ്ടിയേഴ്സിനെയും എല്ലാം ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ പേരും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചർച്ചിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെയാണ് ഈ ഒരു ബിൽഡിംഗ് നിൽക്കുന്നത്. പക്ഷേ ഇതത്ര പഴയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രസൻ്റ്ലി ഇത് ക്ലോസ്ഡ് ആണ്. നമുക്കിവിടെ കാണാം ഗ്ലാസ്സിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ക്ലോസ്ഡ് ഫോർ സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചർച്ചിൻ്റെ അഡ്ജസ്റ്റൻ്റായിട്ട് തന്നെ ഒരു സിമിട്രി ഉണ്ട്. ആ ഒരു സിമിട്രിയിലാണ് പല ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിൻ്റെയും കല്ലറകളുള്ളത്. ആ ഒരു സ്ഥലം അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.